വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി സീറ്റ് പേയ്മെന്റ് സീറ്റാക്കിയെന്ന് CPI നിന്ന് പുറത്താക്കിയ ആളുകൾ 6 കോടി രൂപ CPI ആവശ്യപ്പെട്ടുവെങ്കിലും 3 കോടിക്ക് സീറ്റ് കച്ചവടമാക്കിയെന്നാണ് ഇവരുടെ ആരോപണം. പട്ടാമ്പിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് പുറത്താക്കപ്പെട്ട ആളുകൾ ഈ ആരോപണം ഉന്നയിച്ചത്. പട്ടാമ്പി അടുത്ത സീറ്റ് പേയ്മെന്റ് സീറ്റാണ്, അത്രേ ഇപ്പോൾ പറയണുള്ളൂ. ഏകദേശം 3 കോടിക്ക് കച്ചവടമാക്കിയെന്നാണ് കിട്ടിയത്. 6 കോടി ആവശ്യപ്പെട്ട് 3 കോടിക്ക് കച്ചവടമാക്കിയെന്നാണ് കേട്ട വിവരം. പാലക്കാട് നിന്ന് ഈ കച്ചവടത്തിൻ്റെ രഹസ്യങ്ങളുമായി നിഖിൽ പ്രമേഷ് നമുക്കൊപ്പം ചേരുന്നു. നിഖിൽ, ഈ പുറത്താക്കപ്പെട്ടവർ എന്തെങ്കിലും ആധികാരികമായ ഡോക്യുമെന്റ്സ് വെച്ചിട്ടാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത്, അതോ കാർഡടച്ചങ്ങ് വെടിവെച്ചതോ? SKN പ്രവർത്തകരുടെ ഉള്ളിലുള്ള ഒരു വികാരമാണ് ഇത്. അതായത് കഴിഞ്ഞ ഏതാനും നാളുകളായി CPI നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് പട്ടാമ്പിയിലെ MLA മുഹമ്മദ് മുഹസിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വവുമായി ഉണ്ട്. നിരന്തരം അത് പുറത്തു വരാറുമുണ്ട്. അത്തരത്തിലുള്ള അതൃപ്തികൾ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് മൂലം അത് വാർത്തകളായി മറ്റും പുറത്തു വരാറൊക്കെ ഉണ്ട്. അതിനിടയിലാണ് പട്ടാമ്പിയിലെ സീറ്റ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതൊരു പേയ്മെന്റ് സീറ്റാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ ഇപ്പോൾ ആരോപണവുമായി രംഗത്തെത്തുന്നത്. CPI പട്ടാമ്പി മണ്ഡലത്തിലെ വാടാനംകുറിശി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന കൊടിയിൽ രാമകൃഷ്ണൻ, CPI ചെമ്പ്ര ബ്രാഞ്ച് കമ്മിറ്റി അംഗം PK സുഭാഷ്, മണ്ണാർക്കാട് മുൻ മണ്ഡലം സെക്രട്ടറി പാലോട് മണികണ്ഠൻ എന്നിവരാണ് വാർത്താ സമ്മേളനം വിളിച്ച് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. 6 കോടി രൂപ CPI ആവശ്യപ്പെട്ടെങ്കിലും 3 കോടിക്ക് സീറ്റ് കച്ചവടമാക്കിയെന്നും ആരാണ് ഇതിന് പിന്നിലെന്ന് എല്ലാവർക്കും അറിയാമെന്നും ഇവർ പറയുന്നുണ്ട്. ഈ മുഹസിനുമായി ഏതാനും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വത്തിന് കഴിഞ്ഞ ഏതാനും നാളുകളായി നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നതും അത് ശക്തിപ്പെടുന്നതും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ജില്ലാ നേതൃത്വമാണ് പട്ടാമ്പിയിലേക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്നും പറയുന്നുണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനവും സാമ്പത്തിക ക്രമക്കേടും ഉന്നയിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളാണ് ഇവർ എന്നുള്ളതാണ് CPI ജില്ലാ സെക്രട്ടറിയുടെ ഈ വിഷയത്തോടുള്ള പ്രതികരണം. താങ്ക് യു നിഖിൽ പ്രമേഷ്.